സുഖല്ലേ? അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട്. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് ഇപ്പൊ ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇല്ലേ ഇല്ല എവിടെ പോവാന്ന്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ വെക്കേഷനാണ്, ഈസ്റ്റർ വെക്കേഷനാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രാവൽ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണ സ്ഥലം നമുക്ക് പോയിക്കൊണ്ട് തന്നെ പറയാം. ഞാൻ കുറച്ചും കൂടി കഴിയട്ടെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയണ്ടല്ലോ. എന്തായാലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല, എഴുതുമ്പോൾ എന്നാലും സാരില്ല. അപ്പം നമ്മൾ ഇപ്പം രാവിലെ നമ്മളൊരു 5:45 5:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ഇപ്പോൾ വെളിച്ചൊക്കെയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇറങ്ങുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വെളിച്ചം വെട്ടൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതെ നമുക്കതേ ഉറങ്ങാണ്, ഡ്രൈവ് ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടായി കേട്ടോ. സമ്മർ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ടായി. ഇന്നലൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനേലും തണവ് കൂടുതലുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. എന്താവും അറിഞ്ഞുകൂടാ, നമുക്കെന്നാലും നോക്കാം. ഓക്കെ, അപ്പം നമുക്കിനി യാത്ര ചെയ്തുകൊണ്ട് വിശേഷങ്ങൾ പറയാം. ഓക്കെ, അപ്പം നമ്മൾ മാത്രമല്ല, നമ്മളും പിന്നെ കിച്ചും നകുലൊക്കെ ഉണ്ട്. അവർ വേറെ കാറിലാണ്. നമ്മളിത് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അച്ഛനുണ്ടല്ലോ, അച്ഛനെ പിടിക്കാം. അച്ഛൻ ചിരിക്കുന്നു, ഞാൻ വീഡിയോ എടുക്കണുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ അച്ഛനെ പിടിക്കാമെന്ന്. നമ്മളിത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നു, അവർ ക്യൂല് നിൽക്കുന്നുണ്ട്. എന്താ വെച്ചാ എങ്ങനെയുണ്ട് അച്ഛാ, തണുക്കുന്നുണ്ടോ? അതുണ്ട്, നല്ല തണവുണ്ട് കേട്ടോ. വെയിലൊക്കെ കാണണമെന്നുള്ളൂ, പക്ഷെ നല്ല തണവുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ദൂരം വന്നിട്ടുള്ളൂ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചാൽ അവർ നേരത്തെ എണീറ്റ് വിശന്നുടങ്ങി. അപ്പോൾ അതേ അവരവിടെ നിൽക്കുന്നുണ്ട്. 2 മണിക്കൂറായല്ലേ? 2 മണിക്കൂറായി. വേണ്ട, ഇവിടെയാണ് ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കണേ കേട്ടോ. ഇവിടെ ഈ ഫുഡുകളാണ് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നിനക്ക് ഇഷ്ടമല്ല? ഇതിൻ്റെ ഉള്ളിൽ ബേക്കണാട്ടോ, പോർക്കിൻ്റെ ബേക്കണാണ്. ബേക്കൺ പോർക്ക്. എൻ്റെ വിചാരം ഇതിൻ്റെ പേരാന്നാ ബേക്കൺ അല്ല, പോർക്കിനെയാണോ ബേക്കൺ എന്ന് പറയണേ? എനിക്കറിഞ്ഞൂടാട്ടാ. ഞങ്ങൾ ഇതാണ് കഴിക്കുന്നത്. മസാല ദോശയില്ല. രാവിലെ തന്നെ നമ്മളെവിടെയും പോകുമ്പോൾ പോണ വഴിക്ക് മസാല ദോശ. ഓക്കെ ഓക്കെ, മസാല ദോശയൊക്കെ തിന്നാൻ ആഗ്രഹം ഉണ്ടാവും യാത്രയൊക്കെ ചെയ്യുമ്പോൾ. നമുക്ക് അങ്ങനെയല്ലേ. പക്ഷേ ഇനി 2-3 ദിവസത്തേക്ക് കേരള ഫുഡ് കിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലുണ്ടല്ലോ, വല്ല ഹോട്ടലിൽ തപ്പാൻ പറഞ്ഞാൽ അപ്പം ഞങ്ങൾ കേരള ഹോട്ടൽ എവിടെയാണെന്ന് ഗൂഗിൾ ചെയ്യാം. ഇനി 2 ദിവസം ചോറും കറിയില്ല. കിച്ചോ മസാല ദോശ ഞാൻ വിചാരിച്ച അങ്ങോട്ട് തിന്നോ? എൻ്റെ ഇല്ല നിന്റെ ഫോൺ. അവരെ കാറുമലത്തെ പൊടി നോക്ക്. ദേ പോണ് ജാനി ദേ പോണ്. മൈലോടുള്ളൂ. അടുത്താള് വരുന്നുണ്ട്. കാലുകൾ നിവർത്തട്ടെ, കൈകൾ ഉയർത്തട്ടെ. ഇപ്പൊ അത് മോന്തയ്ക്ക് അടിച്ച്. കിച്ചതിനെ കൊണ്ട് പറ്റൂ. കിളികളുടെ കൂട് കണ്ട, കിളികളുടെ കൂട് മരത്തുമേ മിണ്ടാണ്ട് കിളി
നമ്മളിപ്പോ ദേ ഒരുപാട് ദൂരം വന്നു. നമുക്ക് 6 മണിക്കൂറാണ് ട്രാവൽ ഉള്ളത്. അപ്പൊ ഒരുപാട് ദൂരം വന്നു കേട്ടോ നമ്മളിപ്പോ. പിന്നെ ഞാൻ കാറിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. പിന്നെ എത്ര മണിക്കൂർ ഉണ്ടാട്ടാ? എത്ര? ഓക്കെ. ഇനിയപ്പോ അത്രയും സമയം കൂടി ഉണ്ട്. ഇനി നല്ല വ്യൂ വരാണെങ്കിൽ ഞാൻ എടുക്കാം. ഇത്ര നല്ല വ്യൂ തന്നെയായിരുന്നു, എന്നാലും റിപ്പീറ്റ് ചെയ്ത് അതന്നെ കാണിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഫുള്ള് ഇപ്പൊ നമ്മ കൺട്രി റോഡിൽ കൂടിയാണ് പോണത്. പിന്നെ നല്ല ഇങ്ങനെ ഗ്രീൻ ഇതായിട്ട് നല്ല രസമുണ്ട്. പിന്നെ വെയിലുണ്ട്, അത് കാരണം നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. അത് തന്നെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ നമ്മളിത് ഇനി 6 മണിക്കൂറിൻ്റെ ട്രാവൽ ഫുൾ ടൈം കാറിൽ തന്നെയായിരുന്നു. ഫുഡ് കഴിക്കാൻ നമ്മൾ കയറിയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ശിവ ഉറങ്ങാണ്. ഈ കാർ സീറ്റ് ഉള്ളത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടാ. കണ്ടോ, ഫുള്ള് ഇങ്ങനത്തെ വ്യൂസ് ആണ്. ഈ ഗ്ലാസ്സിൽ കൂടെ എടുക്കണോണ്ട് എത്രത്തോളം ആ ഒരു ഭംഗി കിട്ടണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. നല്ല വെളിച്ചവും ഇങ്ങനെയൊക്കെ. അവിടെ ഒരു റോഡ് ഉണ്ട് കേട്ടോ, കണ്ടാ അതിൽ വണ്ടി പോണതാണ്. നമ്മളിപ്പോ നകുലിന്റെ വണ്ടി കണ്ടുപിടിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസിലായി പോയി. കോള് വരണ്ടേ, 1 മിനിറ്റ്. അവിടെ ബീച്ചാട്ട കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. അയ്യോ, എത്രത്തോളം വ്യൂ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവണില്ല. അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ നമുക്ക് ഹൈറ്റ്, കുറച്ചുകൂടി ഹൈറ്റ് ഉള്ള കാറുകളാണെങ്കിൽ അവര് വേണമെങ്കിൽ അവരെ കാർ നല്ല ഹൈറ്റ് ഉള്ളതാണ്, വേണമെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ. അപ്പോൾ അവർ ഫ്രണ്ടിൽ പോകണോണ്ട് നമുക്കിങ്ങനെ അവർ പറയും ദേ അപ്പുറത്തെ സൈഡിൽ ഇന്ന വ്യൂ ഉണ്ട്, ഇപ്പുറത്തെ ഇന്ന വ്യൂ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊന്നും കൂടി അത് ശ്രദ്ധിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്. അവിടെ ഫുള്ള് ബീച്ചാട്ടാ, നല്ല വ്യൂ ഉണ്ട്. പക്ഷെ കാണില്ല അവനേക്ക്. സാരമില്ല, നമുക്ക് പിന്നെ അവസരം കിട്ടും. ഇവിടെ ഒക്കെ ചെമ്മരിയാടുകളാട്ടാ അതിന്റെ അറ്റത്ത് ഫുള്ള്. ഇവിടെ വീട് മേടിച്ചിട്ട് ജോലിക്കാര് പോവും. ലോട്ടറി അടിച്ചിട്ട് പിന്നെന്തെങ്കിലും എന്നാലും ബീച്ചിന്റെ വ്യൂ ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടാ. ഇങ്ങനെ പൊങ്ങിയിരുന്നപ്പോഴാണ് കുറച്ച് കണ്ടത്. പക്ഷെ വീഡിയോയിൽ അങ്ങനെ കിട്ടല്ലേ. പിന്നെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും ബ്ലറായി പോവായിരുന്നു. പിന്നെ നമ്മൾ ഈ സൈഡിൽ കൂടെ പോണേ, അപ്പുറത്തെ റോഡിന്റെ സൈഡിലാണ് ബീച്ച് ഉണ്ടായിരുന്നത്. അപ്പുറത്ത് ബീച്ചാട്ടായ സ്കൈ നോക്കി. പിന്നെ ഇവിടെയില്ലേ ഒരു സൈഡിൽ ഇങ്ങനെ എന്താ പറയാ, മറ്റേ കടുകവാടെന്ന് പറയുന്നു, നമുക്ക് അറിഞ്ഞൂടാ കറക്റ്റ് അതാണോന്ന്. ആ മഞ്ഞ പൂക്കള്, അത് നമ്മളിപ്പോ സൂര്യകാന്തി കൊണ്ട് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കണ പോലെ ഇത് എന്തോ ഓയിൽ ഉണ്ടാക്കണ സംഭവമാണ്. അതെ അതെ അതെ, അവിടെ ഒക്കെ ചെമ്മരിയാടാട്ടാ. കണ്ട 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 ഫ്രണ്ട് അത്. ചേട്ടൻ ഇയാളങ്ങനെ വന്ന് വിളിച്ചാൽ പൂന്ന പറയണേ, ഞങ്ങളൊക്കെ ഉപേക്ഷിച്ച്. ഷീജാന്റെ ഫേസോട് ഫേസ് ആക്കിയിട്ട് വെച്ചിരിക്കണേ. എപ്പോഴും ഷീജാണ്ട് കാണാൻ സാധാരണ എല്ലാവരും വണ്ടിയിൽ നമ്മള് ഹിന്ദുസാണ് ഗണപതിയോ കൃഷ്ണനോ ഒക്കെ ആയിരിക്കും. ഞങ്ങൾ കുറച്ച് ഡിഫറെന്റാ ഏരിയ. അയ്യോ, അത് മഞ്ഞ പൂവാണോ? അത് രസാലേ. നല്ല രസല്ലേ കാണാൻ. ഞങ്ങളുടെ വണ്ടി പോകുന്നു. വ്യൂ ഒക്കെ മാറി തുടങ്ങിട്ടാ, ചേഞ്ച് ആയി തുടങ്ങി. ഇനിയിപ്പോ തണവും കൂടുന്നു, വെയിലും കുറഞ്ഞു തുടങ്ങി. പൂക്കളുള്ള മല, പൂമല ചാളി. എത്ര സ്ഥലേ ഒരേപോലെ വെട്ടി നിർത്തിരിക്കണ പോലെ. ഒന്ന് മാറ്റേണ്ട വായിലാണ്.
ബീച്ചാട്ടാ കണ്ട എനിക്ക് കിട്ടണേ. കണ്ടോ വീഡിയോയിലെ ഈ ഗ്ലാസ് മര്യാദക്ക് ചെക്കൻ ക്ലീൻ ചെയ്യാണ്ട് നമ്മുടെ ഒപ്പം യാത്ര ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ന് എവിടെ കാണാതാനോ? സ്കോട്ട്ലാൻഡ്. നേരത്തെ പറഞ്ഞോ? ഞാനില്ല അല്ലേ? പറഞ്ഞോ? നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്തിട്ട് സ്കോട്ട്ലാൻഡ് കാണാം. ഓക്കെ? കാർ കഴുകിയില്ല മനുഷ്യനെ. അതല്ല, ഈ കാർ സീറ്റ് മുഴുവൻ കക്കൂസേമേൽ മാത്രമാണ് മനുഷ്യൻ ഒരിക്കലൊന്നും ഇരിക്കുന്നത്. അങ്ങനെയല്ല, കാറിന്റെ ഗ്ലാസും പണിയെടുത്തിട്ട് വയറും വയസ്സും കടം അല്ലാണ്ട് വേറെ ഒന്നും കൂടില്ല. കാറിന്റെ കുറഞ്ഞോണ്ടിരിക്കുന്നു. ഗ്ലാസ് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അത് ക്ലാരിറ്റിയിൽ അപ്പൊ അതൊന്നും കിട്ടുമല്ലോ. ഇത് ഓരോന്നായിട്ട് ഒരു ബ്ലർ പോലെ. എന്നിട്ട് ചെയ്യണ് ജ്യൂസ് നട്ട്സ് വേണോ? വെയിലടിക്കുമ്പോഴായാലും കണ്ടാ മതിയല്ലോ. ഒരു പാലക്കാട് ടച്ചല്ലേ? പച്ചപ്പ്. അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. തുടങ്ങി ഹോമി. പക്ഷെ ഞാൻ എവിടെ പോണെന്ന് എവിടെ പോയാലും പുറത്തേക്ക് ഇറങ്ങിയാലും ഒരു സമയമായി കഴിഞ്ഞാൽ ഷീഞ്ഞാണ് വീട്ടിൽ പോണം, മോന് ജാനി വീട്ടിൽ പോണം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കട്ടാ. ഡ്രൈവ് ചെയ്യണം, അത് ശരിയാണ്. കുറെ ലോങ് എനിക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓടിക്കേണ്ട കാര്യമില്ല. അത് പറയാറില്ലേ? അപ്പൊ ഡ്രൈവ് ചെയ്യാനും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മ അവിടെ എത്തിയിട്ടില്ല. ഇനി എത്ര സമയമുണ്ട്? 58 മിനിറ്റ് ഉണ്ട്. ഇനി നമ്മൾ വെളുപ്പിന് 5:45 ഇറങ്ങിയതാ. ഇപ്പൊ 11:45 കഴിഞ്ഞു. എത്തിയിട്ടില്ല. അപ്പോഴേക്കും വീട്ടിൽ പോകണമെന്നായിട്ടോ. വൈകുന്നേരം പോയാൽ മതിയില്ല. ഇരുട്ടാകുമ്പോ വീട്ടിൽ കയറണം. പണ്ട് ഇങ്ങനെ വീട്ടിൽ കയറിയിരുന്ന മറ്റേ പണ്ട് നമ്മ വിചാരിക്കും ലണ്ടൻ എന്ന് പറയുമ്പോ ഫുൾ ഇങ്ങനെ സിറ്റി ലൈഫാണ്. സിറ്റി ലൈഫാണ്. അത് പ്രോപ്പർ ലണ്ടന്റെ ആയത്. ഈ പറഞ്ഞ പോലെ പല ഏരിയ ഉണ്ടല്ലോ എല്ലാവിടെയും. ഇപ്പൊ നമ്മുടെ തന്നെ എറണാകുളത്ത് കൊച്ചിയിലൊക്കെ പോകുമ്പോ വേറത്, നമ്മുടെ ഇവിടെ വേറത്, അതേപോലെ. പക്ഷെ ഈ കൺട്രി സൈഡ് ഒരു പ്രത്യേക ഇതാണ്. നമുക്ക് അത്ര വിലയില്ല നമ്മളവിടെ നിൽക്കണോണ്ട്. പക്ഷെ നമ്മൾ പരിചയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സംസാരിക്കണോരോ കൺട്രി സൈഡാണ് നമ്മൾ താമസിക്കണത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് താമസിക്കണേന്ന് പറയുമ്പോൾ അവർ നിങ്ങൾ അവിടെയാണോ എന്ന് ചോദിക്കും. പക്ഷെ അവർ സിറ്റിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ അവിടെയാണോ എന്ന് ചോദിക്കും. അപ്പൊ അവർ പറയും അതൊക്കെ കുറച്ച് ദിവസത്തായ ഒരു ഇതുള്ളൂ, പിന്നെ മടുക്കും എന്ന് പറയും. അതാണ് എല്ലാവർക്കും നേരെ ഓപ്പോസിറ്റ്. ആകെ 7 ചെമ്മരിയാടാണ് ഞങ്ങളവിടെ ഉള്ളത്. ഒരു ഓൾമോസ്റ്റ് ഇപ്പൊ ഞങ്ങളായിട്ട് പരിചയം. ഫ്രണ്ടൊക്കെ പറയാറുണ്ട് കേട്ടോ. നാള് ഞങ്ങളിങ്ങനെ വല്ല അവിടെയൊക്കെ പോകുമ്പോ വല്ല മലയാളീസിനെ കണ്ടിട്ട് പരിചയപ്പെടുമ്പോ അവര് ഇന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോ നോക്കുമ്പോ കൺട്രി റോഡാന്ന് പറയുമ്പോ അല്ല കൺട്രി സൈഡാന്നൊക്കെ പറഞ്ഞ പറയുമ്പോ പറയാറുണ്ട്. ജോലിക്ക് പോകുമ്പോ ആട് ഹായ് പറയാറില്ലേ? ഇപ്പൊ കണ്ടു പരിചയമായി നല്ല ഭംഗിയില്ലേ? അറിഞ്ഞൂടാ നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റിയിൽ ഇത് കിട്ടും എന്നുള്ളത്. പക്ഷെ നല്ല രസമാണ്. മുടി കളറുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്റെ മുന്നത്തെ വീഡിയോ കണ്ടോര് അത് ഫ്ലോപ്പ് ആയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. പുറത്തിറങ്ങുമ്പോ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോഴുണ്ടല്ലോ ഫുള്ള് ഇങ്ങനെ ബിൽഡിങ്ങുകളുടെ കളറും എല്ലാം മാറിട്ടോ നമ്മുടെ അവിടത്തെ വെച്ചിട്ട്. ഇതിപ്പോ നമ്മൾ എഡിംബ്രോയിലെത്തി. മറ്റേതല്ല ഇത് എന്നിട്ടാണ് ട്രാം പോണു. ട്രാം
കൂട്ടിയ സിമെന്റിന്റെ കളർ ഇവിടെ നീങ്ങോ വെയിലാന്നൊക്കെ അന്നാ ഞങ്ങൾ നാട് റോട്ടി നിൽക്കാതെ ഞങ്ങളപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല വെയിലുണ്ട് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങള് എന്താ ചെയ്യാന്ന് തീരുമാനിച്ചിട്ടില്ല. ട്രിപ്പ് പ്ലാനർ തീരുമാനിച്ചോണ്ടിരിക്കുന്നു. ഫുഡിയുടെ വയറ് നിറച്ചു. ഹോമിയുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞപ്പോ ഇണങ്ങി നിൽക്കുന്നു. ഇവിടെ കളിക്കണേ അത് കൈ അതിൻ്റെ ഉള്ളിലിട്ട് എന്നിട്ട് ശിവ മിഠായി തിന്നാണോ? എന്താ മിഠായിയാ? അവിടെ ഹോട്ടലുണ്ടല്ലോ മറ്റേ മിഠായി ഉണ്ടായി. ഏത്? പുളി മിഠായി, മാംഗോ മിഠായി. പുളി മിഠായി അവിടെ ഇത് പേടഞ്ഞ വീഴോടൽ പോയി. നമ്മള് ഹോട്ടലിലേക്ക് പോവാൻ പോകുന്നു. ഇതെന്റെ ഓരോ ഹോസ്റ്റിന്റെ കഥ പറഞ്ഞു പോയി. എല്ലാവർക്കും ഫുഡ് കഴിച്ചപ്പോഴേ ഒരു ആശ്വാസമായി അല്ലേ? അല്ലെങ്കിൽ ഫുഡ് കഴിച്ചപ്പോ ആശ്വാസമായില്ലേ? അസംബ്ലി പോയിന്റ് മറ്റേ വീഡിയോ നോക്കുമ്പോ ഒപ്പം വർക്ക് ചെയ്യണവരെല്ലാവരും പേരുണ്ട് നോക്ക്. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന്. ചിലപ്പോ ഒരു കാസിലേക്ക് പോവാട്ടാ. നമ്മളിപ്പോ ഇതിലിങ്ങനെ കേറി ഒരു കാസിലേക്ക് പോവാട്ടാ. പടി കുറേ ഉണ്ട് കേട്ടാ. നമ്മള് കേറി ടയർഡായി ഫുഡ് കഴിച്ച് അപ്പം തന്നെ നടക്കാൻ ഇറങ്ങിയത്. ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി വ്യൂ ആണ്. വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ ആ ഒറിജിനാലിറ്റി അതേപോലെ like it? ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല, അടിപൊളിയാണ്. നമുക്ക് കണ്ടത് കാട്ടിത്തരാം. ഓക്കെ, സംതിങ് സർക്കസ് ആണോ അല്ലേ? സർക്കസ് പോലെ എന്തോ. Down to my waist. Oh shit. Sorry, it's nippy. Grow up. Nipple number 1. Guys, I'm running out of time. I'm going to leave the racket at my waist and end the show with my very best trick right now. I juggled the knives and the fire to finish. If you guys are still with me... നമ്മൾ
അപ്പോൾ ഇനി ബസ്സിൽ കയറാൻ പറ്റും. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഫുള്ള് കറങ്ങി കാണാം. ഇതിപ്പോൾ നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയ മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഇവിടുത്തെ ഫ്ലാഗ് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ UK എന്ന് പറയണത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ട്, പിന്നെ വെയിൽസ്, സ്കോട്ട്ലാൻഡ്, പിന്നെ അതിലൊരു സെക്ഷനാണ് നമ്മുടെ സ്കോട്ട്ലാൻഡ്. അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, കറക്റ്റായിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ല. ശിവ എവിടെ കേറിട്ട് നിക്കണേ? എന്നിട്ട് പിള്ള നിക്കണേ? നമ്മളിത് എടുത്തോട്ടെ, എഡിംബ്രോ. ഏതാ ഭംഗി? മൂങ്ങ, അതൊക്കെ മൂങ്ങ. वो तो पकड़ लो, वो वाला मस्त है, वो वाला मस्त है. തനിമ നമ്മളപ്പോ ബസ്സിൽ കയറിയിട്ട് ഒന്ന് റൗണ്ട് അടിക്കാൻ പോവാം. അതിന്റെ മുകളിൽ നിങ്ങൾ പോയിട്ട് എപ്പോ വരും? ഞാൻ ഓർക്കുമ്പോ സമയം എടുക്കും. ഇല്ല, അതിന്റെ 2-3 കൂടി പോയി വരുമ്പോ ഞാൻ ഉറങ്ങിയിട്ടു. വൈകുന്നേരം ഉറങ്ങിക്കോ. ഞങ്ങളെ ഇടയ്ക്ക് കാണാം. ചിലപ്പോ പുറകെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇടിയെ കിട്ടും. അടുത്ത വീഡിയോയിൽ കണ്ടു നീലിച്ചിരിക്കുന്നു. ജാനിന്താനും കൂടിയിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒരു റൂട്ട് മാപ്പ് പറയണത് കേൾക്കാണ് കേട്ടോ. എന്നിട്ട് മനസ്സിലായിട്ടാന്ന് അറിയില്ല, എന്നാലും അതെനിക്ക് തോന്നുന്നു അവർക്ക് മനസ്സിലാവുണ്ടാവും. രണ്ടുപേരും കാര്യങ്ങൾ അവർ പറയണത് കേട്ട് മനസ്സിലാക്കുന്നു. അവർക്ക് എല്ലാ കാര്യവും മനസ്സിലാവും. ഓ എന്തൊരു ഭംഗിയല്ലേ അതിന്റെ പണി, കൊത്തുപണികൾ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ എന്ത് രസമാണെന്ന് പറയാം. അപ്പം നമ്മുടെ മധുര മീനാക്ഷി അവിടുത്തെ അമ്പലങ്ങളിലൊക്കെ അടിപൊളി പണിയല്ലേ. ഇവിടെ ഇത് പള്ളികളൊക്കെ അടിപൊളിയാട്ടോ അവിടുത്തെ. പക്ഷെ ഒരു പഴമ, നല്ല രസമുണ്ട് എന്തായാലും. ആ മലയുടെ മുകളില് തുമ്പത്തെ ആൾക്കാർ നിൽക്കണ്ട കേട്ടോ, ഏറ്റവും ടോപ്പില്. പാർക്ക് വി ഉണ്ട്. വാവ് ശിവ, വാവ്. ശിവ, യു ലൈക്ക് ഇറ്റ്? എത്രത്തോളം പ്യൂർ ക്ലാരിറ്റിയിൽ എടുത്ത് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, കാരണം ഞാൻ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ എന്താ പറയാ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂപ്പർ വ്യൂ, നല്ല ഭംഗിയില്ലേ? ഇല്ല ഇല്ല, ഒരിക്കലും അല്ല, ഒരിക്കലും. ഇവിടെ ഉണ്ടല്ലോ സ്കോട്ട്ലാൻഡിലുണ്ടല്ലോ നമ്മുടെ അവിടുത്തെ ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷും ഇവിടത്തെ സ്കോട്ടിഷ് ഭാഷയും വേറെ അല്ലേ?
അതെ, അങ്ങനത്തെ ഇംഗ്ലീഷും കുറെ വാക്കുകളൊക്കെ ഭയങ്കര ഡിഫറെന്റാ. ചിലയിടത്തൊന്നും പറയണത് നമുക്ക് മനസ്സിലാവില്ല അവരുടെ ഇംഗ്ലീഷ്. ചില വാക്കുകളൊക്കെ ഫുള്ളി ഡിഫറെന്റ് ആണ് പറയണത്. പട്ടി അവിടത്തെ ഇവിടത്തെ നല്ല വ്യത്യാസം. അവിടത്തെ മറ്റേ ബ്രിട്ടീഷ് ആക്സന്റും ഇവിടത്തെ അവരെ ഒരു സ്കോട്ടിഷ് ലാംഗ്വേജ് കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയണത് നിങ്ങൾക്ക് പറഞ്ഞു തരണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണ്. ആരെയാണ് നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്ഥലം കാണാൻ? എന്ത് കണ്ടാലും ഇതെന്റെ പാലക്കാട് അത്ര ഇല്ല, ഇതെന്റെ തിരുപ്പതി അത്ര ഇല്ല, എന്റെ പഴനി അത്ര ഇല്ല. പിന്നെ ഞാനേ നിങ്ങളുടെ അടുത്ത് ഇനി 2 ദിവസം നമ്മുടെ കേരള ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, ഞാൻ പറയാം. കാരണം ഞങ്ങൾ മുന്നേ ട്രാവൽ ചെയ്യാൻ പോയപ്പോൾ ആ 2 ദിവസം ഫുള്ള് നമ്മൾ ഒട്ടും ചോറും കറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അങ്ങനത്തെ ഒരു ഹോട്ടലേ കിട്ടിയിരുന്നില്ല നമുക്ക് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോയപ്പോൾ. അപ്പം ഞാൻ ആ ഒരു ഇതിലാണ് പറഞ്ഞത്. പക്ഷേ കഴിക്കാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു, ഭയങ്കര സന്തോഷമായി. No, that's my juice. No, mine. അതിന്റെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. മൊത്തം വ്യൂ അതിന്റെ ടോപ്പിൽ നിന്ന് നല്ല രസമായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. കണ്ട ഇവിടെ ഫുള്ള് ഇങ്ങനെ പുറത്ത് നമ്മുടെ എന്താ പറയാ കഫേ പോലെയൊക്കെ കണ്ട ഫുള്ള് പുറത്താണ് എല്ലാവരും. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. ഓ പോ നോക്കി, എന്തൊരു ഭംഗിയാ നോക്കി. ഇങ്ങനെയല്ലേ നോക്കി, കളർ കോമ്പിനേഷൻ നോക്ക്. ഓ ആ വ്യൂ ഒന്നും ഒരു രക്ഷയില്ല കേട്ടാ. ഇതൊന്നും എന്താ പറഞ്ഞുതരാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നോക്കിയേട്ടാ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഫുൾ വ്യൂ കേട്ടോ. ഞാൻ നേരത്തെ കാസിൽ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കാട്ടി തന്നിരുന്നില്ല. ഇപ്പോൾ കാട്ടിയാലും ഇതെന്തത്? നമ്മുടെ കാസിലെത്തി. വീഡിയോ ഇപ്പോൾ ഒരുപാട് ലോങ് ആയി എനിക്ക് തോന്നുന്നു. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 പാട്ടായിട്ട് ഇടും. ഞാൻ കാട്ടിത്തരാം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറില്ല, കാരണം എല്ലാവരും ടയേർഡായി കുറേ നടന്നിട്ട് ട്രാവൽ ചെയ്തിട്ട്. ഓക്കെ, കാട്ടിത്തരാം കേട്ടോ. ദേ എൻ്റെ ബാക്കിൽ വേണ്ടോ, നല്ല രസമാട്ടോ വ്യൂ കാണാൻ. അത് കഴിഞ്ഞ് ഇവിടെ ഇതൊരു വലിയ മതിൽക്കെട്ട് പോലെ നമ്മൾ അടിയിൽ നോക്കിയപ്പോൾ കണ്ട സംഭവമാണത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ആ ഫുൾ വ്യൂ കാണാം. നമ്മൾ ഉള്ളിൽ കയറുന്നില്ല, ഒരു മ്യൂസിയം ഒക്കെ പോലെയാണ്. ഒരുപാട് സമയം എടുക്കും, ടയേർഡായി എല്ലാവരും ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെ. പിന്നെ കുറേ നേരം യാത്രയും ചെയ്തല്ലെന്ന്. എനിക്കൊരു മലയമ കൊത്ത് പണി പോലെ ചെയ്തു വെച്ചിരിക്കുന്ന പോലെയാട്ടോ അത് കാണാൻ. അവിടെ നിന്നാ മതി, അങ്ങോട്ട് കേറേണ്ട കാര്യമില്ല. ാണ് കാരണം ഒരുപാട് ലോങ് ആയല്ലോ വീഡിയോ. ചിലപ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, എനിക്ക് അറിയില്ല എങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരുപാട് ഇങ്ങനെ എടുത്തു കൂട്ടിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ കട്ട് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സ്കോട്ട്ലാൻഡിൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ കണ്ടു എന്ന് കാണണം എല്ലാവരും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കുറേ നേരം ഞാൻ വൈൻഡ് അപ്പ് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തണുത്തിട്ട് വിറച്ചിട്ട് പാടില്ല. ബൈ ബൈ.